ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിജയമായിരുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും പുറത്തുവന്ന ഇടക്കാല ഉത്തരവ്. ശ്വേതാമേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കണ്ടാണ് കോടതി തുടർ നടപടികൾ തടഞ്ഞത്. നടിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യും വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തി കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾക്കാണ് കോടതി കത്രിക വെച്ചത്. പരാതിക്കാരന് കോടതി നോട്ടീസ് നൽകുകയും ചെയ്തു. ഹർജി സെപ്റ്റംബർ 23 വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്നും നൽകുക. നിഷ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു വലിയ വിജയം, ഒപ്പം ഒരു നടിക്കെതിരെ അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ തടസ്സപ്പെടുത്തുവാനുള്ള നീക്കം, ഇതിനെല്ലാം ഇപ്പോൾ കത്രിക വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹൈക്കോടതി. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗൗതം, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശ്വേതാ മേനോനെതിരായ കേസിൽ എറണാകുളം CJM കോടതി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതെന്നാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ ശ്വേതാ മേനോന്റെ ഹർജിയിലെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ കോടതി നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്ന ആ ഒരു സമയത്ത് അവരെ അപമാനിക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കെട്ടിച്ചമച്ച കേസുമായി പരാതിക്കാരൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ആദ്യം മാർട്ടിൻ മേനാച്ചേരി എന്ന പരാതിക്കാരൻ ആദ്യം പോയത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് കേസെടുക്കാതെ വന്നപ്പോൾ ഇയാൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുകയായിരുന്നു. കോടതി മനസ്സിരുത്താതെയാണ് ഇത്തരത്തിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് എന്നും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. ഈ കേസിൽ തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ ഈ തുടർ നടപടിക്രമങ്ങൾ, ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യാനാണ് ജസ്റ്റിസ് VJ അരുണിന്റെ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. എന്തായാലും സെപ്റ്റംബർ 23 ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതുവരെ എന്തായാലും തുടർ നടപടികളൊന്നും ഉണ്ടാവരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ്. മത്സരിക്കാൻ തയ്യാറാകുന്ന ഘട്ടത്തിലാണ് ശ്വേതാ മേനോനെതിരെ തീർത്തും ബാലിശമായ വാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയത്. എന്തായാലും കോടതി കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇത്തരം അനാവശ്യമായ വാദങ്ങൾ ഉയർത്തരുത് എന്ന കൃത്യമായ സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്നു. ഒപ്പം ഈ ഹർജിക്കാരനോടും കൃത്യമായ കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. ഈ മാസം സെപ്റ്റംബർ 23 ഈ കേസ് വീണ്ടും പരിഗണിക്കും. നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.